ഇന്ധനം നിറയ്ക്കാനുള്ള പണമില്ലാത്തതിനാൽ പോലീസ് വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിയ സംഭവത്തിൽ ബില്ലുകൾ പാസാക്കി ധനവകുപ്പ്. ഇന്ന് രാവിലെയാണ് ഇന്ധനം നിറയ്ക്കാൻ പണമില്ലാത്ത 200ഓളം പോലീസുകാർ വഴിയിൽ കുടുങ്ങിയത്. ജനം TV വാർത്തയെ തുടർന്നാണ് ധനവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായത്. കേരളത്തിൽ നിന്നും ഇലക്ഷൻ ഡ്യൂട്ടിക്കായി തമിഴ്നാട്, കന്യാകുമാരി, ഡിണ്ടിഗൽ ജില്ലകളിലേക്ക് പോയ 200ഓളം പോലീസുകാർക്ക് തിരികെ വരാൻ കഴിയാതെ വഴിയിൽ കുടുങ്ങിയ സംഭവം ജനം TV വാർത്തയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ധനവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ. ഇന്ധനം നിറയ്ക്കാനുള്ള ബില്ലുകൾ പാസാക്കി നൽകി. വാഹനങ്ങളിൽ ഇന്ധനം നിറച്ച ശേഷം പോലീസുകാർ കേരളത്തിലേക്ക് മടങ്ങും. കേരളത്തിൽ നിന്നും ഡ്യൂട്ടിക്ക് പോകുന്ന സമയം ഇന്ധന പ്രതിസന്ധിയെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ കയ്യിൽ കരുതിയിരുന്ന പണം പിരിച്ചെടുത്താണ് പകുതി ദൂരം വരെ എത്താനുള്ള ഇന്ധനം വാഹനങ്ങളിൽ നിറച്ചത്. നിലവിൽ തമിഴ്നാട് ഡ്യൂട്ടിയുള്ള പോലീസുകാരിൽ ഭൂരിഭാഗവും വടക്കൻ കേരളത്തിൽ നിന്നും എത്തിയവരാണ്. ഇവർക്ക് കേരളത്തിലെത്തിയിട്ട് വേണം 26-ാം തീയതിയിലുള്ള ഇലക്ഷൻ ഡ്യൂട്ടിയിലേക്ക് കയറാൻ. ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള പോലീസുകാർക്കായുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ നിഷേധിക്കുന്നതിനെ കുറിച്ച് ജനം TV കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത ചെയ്തിരുന്നു. സംസ്ഥാനത്തെ രൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിയും ധനവകുപ്പും ആഭ്യന്തര വകുപ്പുമായി നടക്കുന്ന തർക്കങ്ങളുമാണ് സാധാരണക്കാരായുള്ള പോലീസുകാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ടിൻഡു ദാസ്, ജനം.